ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ നമ്മളിത് ഉച്ചയ്ക്ക് ശേഷമാണിത് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ റെഡി ആയിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഓണം പർച്ചേസ് ആണ് കേട്ടോ. അതിനുവേണ്ടി നമ്മൾ കണ്ണൂരേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളും നമ്മളെ കൂടെ വരികയല്ലേ? കമൺ ഗൈസ്, അപ്പോൾ നമുക്കിന്ന് പോയി വരാം. അപ്പോൾ നമ്മളിതാ ഫസ്റ്റ് തന്നെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിക്ക് ഇതുപോലെ വെളിച്ചെണ്ണ കിട്ടുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കി അങ്ങനെ വിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് വാങ്ങിക്കാമെന്ന് കരുതി. നമ്മൾ തിരിച്ച് വരുമ്പോഴേക്കും എന്തായാലും ലേറ്റ് ആവും. അപ്പോൾ നമ്മൾ ഓർത്തു പോകുമ്പോൾ തന്നെ വാങ്ങിച്ചിട്ട് വണ്ടിയിൽ വെക്കാമെന്നുള്ള ഇതിൽ നമ്മളിതാ വാങ്ങിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിന് വരുന്നത് റേറ്റ് 365 രൂപയാണ് കേട്ടോ കടയിൽ. ഈ ഒരു ക്യാനിന് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ആട്ടിയ വെളിച്ചെണ്ണ കിട്ടുമ്പോൾ അതല്ലേ നല്ലത്. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും വണ്ടിയിലേക്ക് കയറി പോവുകയാണ് കേട്ടോ. അപ്പോൾ കണ്ണൂരേക്ക് എന്താ പറയുക എത്താനായിട്ടുണ്ട്. അപ്പോൾ നല്ല ബ്ലോക്കാണ് കേട്ടോ, ഭയങ്കര ബ്ലോക്കാണ്. ഓണത്തിൻ്റെ ആ ഒരു തിരക്കൊക്കെ അല്ലേ, അതുകൊണ്ട് നല്ല ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മളെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമുക്ക് കണ്ണൂർ ഏറ്റവും വലിയ ഡിസ്കൗണ്ട് സെയിൽ ഇവിടെയാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ നല്ല നല്ല ഐറ്റംസ് ഉണ്ടാകും. നമുക്ക് ടോപ്പായാലും ഏത് ഐറ്റം A to Z സാധനം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ഫുള്ളായിട്ടൊന്നും കാണിക്കാൻ പറ്റില്ലെങ്കിലും കാണിച്ചു തരാം കേട്ടോ. കാരണം അത്രയും ക്രൗഡഡാണ്, ഒരുപാട് ആൾക്കാരുണ്ട്, ഭയങ്കര ഇതാണ് കേട്ടോ. അപ്പോൾ അതാ ഇവിടെ ഈ ഒരു സൈഡിൽ ഒരുപാട് സാരി നമുക്ക് ഞാൻ ഇവിടെ കല്യാണത്തിനൊക്കെ വരികയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് സാരി എടുക്കാറുണ്ട്. നല്ല നല്ല സാരീസ് ഇവിടെ കിട്ടും കേട്ടോ. പിന്നെ ഇന്നർ വെയേഴ്സൊക്കെ നമുക്കിവിടെ നല്ല ഏത് ഇത് വേണമെങ്കിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഭയങ്കര തിരക്കായതുകൊണ്ട് വിചാരിച്ച പോലെ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റത്തില്ല. ഇവിടെ കുറേ ഇങ്ങനെ ബെഡ്ഷീറ്റ് കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെയാണെന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ മേലെ കണ്ട നല്ല മോഡേൺ സാരിയൊക്കെ, സിമ്പിളായിട്ടുള്ള സാരീസൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചുരിദാറുണ്ടോ, എനിക്ക് ഈ ചുരിദാർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് സംഭവം ഇത് മാക്സിയാണ്, ഹാഫ് മാക്സി ആണ്. പക്ഷേ ഇത് നമുക്ക് കുഴപ്പമില്ല, നമുക്കിത് പുറത്ത് പോകുമ്പോൾ ഇടാം. അപ്പോൾ ഞാനത് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സൈഡിലൊക്കെ ഇതാണ്ടില്ലേ പല പല ഇതിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ടീഷർട്ട്, അതിൻ്റെ പാൻറ്റും ഞാനത് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിവിടെ മാക്സി, കഫ്താൻ അങ്ങനത്തെയുള്ള ഐറ്റംസൊക്കെ ഇവിടെയുണ്ട്. പിന്നെ നമ്മുടെ ജെൻസിന് നല്ല മോഡേൺ ആയിട്ടുള്ള ഷർട്ട്സും ടീഷർട്ട്സും ഇവിടെ അവൈലബിൾ ആണ്. എനിക്കിവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഇവിടുത്തേത്. കാരണം ഇവിടെ നല്ല കളറൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ അനിയന് വേണ്ടിയിട്ട് ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു സൈഡ് വരികയാണെങ്കിൽ മുണ്ട് കണ്ടോ, ഈ കുട്ടി നമ്മുടെ നാട്ടിലുള്ളതാണ് കേട്ടോ. ആ വൈറ്റ് ടോപ്പിട്ട ചേച്ചിയും അവരുടെ ഹസ്ബൻഡുമാണ്, റിജു ഏട്ടനും രമി ചേച്ചിയും അവരുടെ മോനും. നമ്മൾ അപ്രതീക്ഷിതമായിട്ട് അവരെ കണ്ടതാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ ഒരുപാട് ചുരിദാറുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ വേണ്ട പർച്ചേസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതാ ബില്ലിങ്ങിലേക്ക് പോയിട്ടുണ്ട്. ഭയങ്കര തിരക്കായതുകൊണ്ട് ഇവിടെ ക്യൂ ആണ് കേട്ടോ. അപ്പോൾ ഈ ചേച്ചി ഇപ്പോൾ എടുത്ത് പിടിക്കുന്ന ഒരു പാൻറ്റിന് വേറെ 54 രൂപയുള്ളൂ കേട്ടോ. അത് ഹാഫ് റേറ്റാണ്. അതുപോലെ തന്നെ ഫിക്സഡ് റേറ്റും ഹാഫ് റേറ്റും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ പർച്ചേസൊക്കെ കഴിഞ്ഞ് ടോട്ടൽ ബില്ല് വന്നത് 6000 സംതിങ് ആണ് കേട്ടോ. 6735 രൂപയായിട്ടുണ്ട്. അപ്പോൾ മാസ്കൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, കാരണം എനിക്ക് ഇവിടുത്തെ തുണിയുടെ പൊടി അലർജി ആയിട്ട് വരാറുണ്ട്. അപ്പോൾ സൈഡിൽ കണ്ടോ നല്ല കളർഫുള്ളായിട്ട് പൂക്കൾ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ പോയത് ബേബി ബീച്ചിലേക്കാണ്. ചായ കുടിക്കാമെന്ന് കരുതിയിട്ടാണ്. ഇവിടെ നല്ലൊരു വ്യൂ ഉള്ള ചെറിയൊരു ചായക്കടയുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ് അതിൻ്റെ മേലെ നിന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാമെന്ന് കരുതിയിട്ട് പോവാണ് കേട്ടോ. ലൈറ്റായിട്ടൊരു ചായയും കടിയും മാത്രമാണ് നമ്മളിപ്പോൾ കഴിക്കുന്നത്. അപ്പോൾ മഴവില്ലുണ്ടോ, ഒരു ചേട്ടൻ നമുക്ക് കാണിച്ചു തന്നെയാണ്. മഴവില്ലുണ്ട് കേട്ടോ ആകാശത്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ചായക്കട. ഇതിൻ്റെ മേലെയാണ് കേട്ടോ നമ്മളിരിക്കുന്നത്. അപ്പോൾ ഈ റിസോർട്ട് ഉണ്ടോ, നമ്മുടെ സമൃദ്ധ സുനിലിൻ്റെ കല്യാണം ഇവിടെ നിന്നാണ് കഴിഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ നല്ലൊരു ഈവനിങ്ങിൽ നമുക്കിങ്ങനെ കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇതുപോലൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാത്ത ആരുകളുണ്ടാവില്ലേ. എനിക്ക് പിന്നെ ചായ ഭയങ്കര വീക്ക്നെസ്സാണ്, ഇതുപോലുള്ള കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ചായ. അപ്പോൾ ഞാനിതിങ്ങനെ ഇരിക്കുകയാണ്, അവർ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ ചായ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചായ വന്നിട്ടുണ്ട്. അപ്പോൾ കടി ലൈറ്റായിട്ടുള്ള കടിയാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് നമ്മളിങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചായക്ക് എന്താ കടി മേടിച്ചതെന്ന് വെച്ചാൽ ലൈറ്റായിട്ടുള്ള കടിയാണ് മേടിച്ചിട്ടുണ്ടായത്. കട്ട്ലറ്റും സോസും ഒക്കെ. എനിക്ക് സോസ് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്, കട്ട്ലറ്റിൻ്റെ കൂടെയൊക്കെ. ചിലവരത് യൂസ് ചെയ്യാറില്ല, പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നല്ലൊരു വ്യൂ ഒക്കെ കണ്ട് കുറച്ച് സമയം നമ്മൾ അവിടെ നിന്നു.
അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ അത്ര ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. നമ്മൾ വേറെ എവിടേക്ക് പോകണമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. പക്ഷേ മഴ ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചു പെട്ടെന്ന് വീട്ടിലേക്ക് പോകാൻ, ചെറിയ മോനൊക്കെ ഉള്ളതല്ലേ. അപ്പം വീട്ടിലേക്ക് വേണ്ടുന്ന ഫുഡും നമ്മൾ ഓർഡർ ചെയ്തിട്ടാണ് പോകുന്നത്. പാർസൽ മേടിച്ചിട്ടാണ് പോകുന്നത്. ഹോട്ടൽ സോഫ്റ്റ് നിന്നാണ് ലഗൂൺ ബിരിയാണിയാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായത്. അപ്പം അങ്ങനെ വീട്ടിലേക്ക് എത്തി. സാധനങ്ങളൊക്കെ ഇതെല്ലാം ഓർഡറൊക്കെയാണ്. അപ്പോൾ ധൻഷു ബേബി വീട്ടിലെത്താൻ താമസമില്ലാതെ പൊതിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അവൻ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഫുഡും കഴിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ച ഡ്രസ്സ് ഞാനൊന്ന് ഇട്ട് നോക്കിയതാണ് കേട്ടോ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ കുറേ വീട്ടിൽ നിന്ന് ഇടുന്ന സംഭവങ്ങളൊക്കെയാണ് മേടിച്ചത്. അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. എൻ്റെ ടോപ്പ് മാത്രമേ കാണിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ബായ്.